ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൂരിയാണ്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 3 ഏത്തപ്പഴം. ഇത് വല്ലാതെ പഴുത്തു കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് തോന്നിയത്. അതിന് ഏത്തപ്പഴം നമ്മളത് ചെറുതായിട്ടൊന്ന് നുറുക്കി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂട്ടി ഇട്ട് കൊടുക്കാം, മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിടാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിന് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഉടയ്ക്കണം. അതിന് മുമ്പായിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മളൊരു ഫോക്ക് കൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക. ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ഇത് നമ്മൾ മിക്സിയുടെ ബൗളിനകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 മുട്ട അത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് മുട്ടയും കൂടെ ഈ പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 250 ഗ്രാം മൈദ എടുക്കുക. മൈദ എടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ഉള്ളിലേക്കാണ് മൈദ ഇടേണ്ടത്. മൈദ ഇട്ടിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കുക. കുഴച്ച് നമ്മൾ പൂരിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചിട്ട് അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതൊരു ചപ്പാത്തി കോലുകൊണ്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്ത പൂരി നല്ലപോലെ തിളച്ച എണ്ണയ്ക്കകത്തോട്ടിട്ട് സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഇട്ട് വറുത്ത് കോരിയെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി തന്നെയായിരിക്കും, ഒരു കാരണവശാലും പൊട്ടിപ്പോകത്തില്ല, നന്നായിരിക്കും. ഇത് ചുട്ടെടുക്കാനും എളുപ്പമാണ്. പൂരി ഉണ്ടാക്കി ഇത് ചൂടോടെ നമുക്ക് കഴിക്കാം. അത് തിരിച്ച് മറിച്ചു വിട്ട് നമ്മൾ ആവശ്യത്തിന് ചുട്ടെടുക്കാം. നമ്മളിവിടെ എടുത്തത് മുഴുവനും ചുട്ടെടുത്തിട്ടില്ല. തക്കാലം ഞാൻ 5 എണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 5 എണ്ണം ചുട്ട് അത് കാണിക്കാൻ വേണ്ടി 5 എണ്ണം ചുട്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നന്നായിട്ട് കുമ്പളച്ച് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണിത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതിലത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.